പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു ഗ്രേറ്റ് ടീച്ചർ, ഒരു മഹാനായ അധ്യാപകൻ, അധ്യാപിക എങ്ങനെ ആവണം? മാർത്തി പ്ലസ് ട്രെയിനിങ് കോളേജിലെ 26-28 ബാച്ചിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആദ്യത്തെ ക്ലാസ് ഇതാണ്. എങ്ങനെ ഒരു ഗ്രേറ്റ് ടീച്ചർ ആകാം. വളരെ ലളിതമാണ് ഒരു ഗ്രേറ്റ് ടീച്ചർ ആകുന്നത്. വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആകണമെന്നുള്ള ആഗ്രഹമാണ് അതിൻ്റെ അടിസ്ഥാനം. കഴിവല്ല ആഗ്രഹം. നിങ്ങൾക്കൊരു ഗ്രേറ്റ് ടീച്ചർ ആകണമെന്ന് ആഗ്രഹമുള്ളവർ കൈ ഉയർത്ത്. അടുത്തിരിക്കുന്നവർക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറ, ഒരു ഗ്രേറ്റ് ടീച്ചർ ആകണമെന്ന് പറ. ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് സൈഡിലോട്ടും ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ടീച്ചർ ആകാനായിട്ട് പറ്റും. പക്ഷേ നമുക്കതിന് എന്ത് വേണം? എന്തും ചെയ്യാനായിട്ടുള്ള ശക്തി വേണം. കൈ ഉയർത്തി വിരലനക്ക്. അടുത്തിരിക്കുന്നവർക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്ക്. ഒരു 1 2 1 2 3 ക്ലാപ്പ് താ. 1 2 1 2 1 2 3 ക്ലാപ്പ്. 2 തവണ അടിച്ചിട്ട് നിർത്തണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. 2 തവണ അടിച്ചിട്ട് നിർത്തണം. 1 റെഡി? 1 2 3 സ്റ്റാർട്ട്. കൊച്ചു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാനും അതിൽ നിന്ന് പഠിക്കാനും എനർജിയോടുകൂടെ ഇടപെടാനും ഒക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. 1 എന്ന് പറയുമ്പോൾ എത്ര കൈയടി? 0. 2 എന്ന് പറയുമ്പോൾ എത്ര? 2. 3 എന്ന് പറയുമ്പോൾ എത്ര? 2. അങ്ങനെ കൈയടിക്കണം. 1. ആരും കൈയടിച്ചില്ല. വെരി ഗുഡ്, നിങ്ങൾ ജയിച്ചു. ടെസ്റ്റിൽ നിങ്ങൾ ജയിച്ചു. 2. ഒറ്റയടി ഒരുമിച്ച്. റെഡി? 2 3 4 1. അടിക്കരുത്. കാരണം 1-ന് എന്തില്ല? കൈയടിയില്ല. കൊച്ചു കാര്യങ്ങൾ പോലും എന്ത് വേണം? ശ്രദ്ധ വേണം. ശ്രദ്ധയുള്ള ആളുകൾ ഗുണവാനാകുമെന്നാണ് ഇന്ത്യൻ ഫിലോസഫി പറയുന്നത്. ശ്രദ്ധയുള്ള ആളുകൾ എങ്ങനെയാവും? ഗുണവാനാകും. സമൂഹത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് മാറും. ആര്? ശ്രദ്ധയുള്ള ആളുകൾ. അതുകൊണ്ട് ഒരു മഹാനായ അധ്യാപകനാകാനുള്ള 25 തത്വങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെയധികം ശ്രദ്ധയോടുകൂടെ നോക്കണം. എന്താണ്? അധ്യാപനത്തെ ഒരു തൊഴിലായിട്ട് കാണരുത്. തൊഴിലായിട്ട് കണ്ടാൽ നമ്മൾ ഗ്രേറ്റ് ടീച്ചർ ആവത്തില്ല. അധ്യാപനത്തെ ഒരു ദൈവ നിയോഗമായിട്ട് കാണണം. 3 പേര് ഇഷ്ടിക ഉണ്ടാക്കുവാണ്. ആദ്യത്തെ ആളോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? പുള്ളി പറഞ്ഞു, വൈകുന്നേരം 700 രൂപ കിട്ടാനുള്ള പണി നോക്കുവാണെന്ന്. രണ്ടാമത്തെ ആളും ഇഷ്ടിക ഉണ്ടാക്കുവാണ്. അയാളോടും ചോദിച്ചു, എന്ത് ചെയ്യുന്നു? വൈകുന്നേരം അരിയും മീനും വാങ്ങാനുള്ള പണി നോക്കുവാണ്. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? അയാളും ഇഷ്ടിക ഉണ്ടാക്കുവാണ്. അയാൾ പറയുവാണ്, ഞാനൊരു സ്കൂള് പണിയുവാണ്. മൂന്നാമത്തെ കഥാപാത്രം ഇഷ്ടികയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അയാൾക്കൊരു വിഷനുണ്ട്. ഞാൻ എന്താണ് ചെയ്യുന്നത്? 700 രൂപയല്ല, വൈകുന്നേരത്തെ അരിയും മീനുമല്ല, ഞാനൊരു സ്കൂൾ ഉണ്ടാക്കുവാണ്. അതിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാരിറങ്ങും, അവിടെ നിന്ന് ഡോക്ടർമാരിറങ്ങും, അവിടെ നിന്ന് വലിയ MP MLA ഇറങ്ങും. ലോകത്തെ മുഴുവൻ നയിക്കാൻ പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളെ ഇറക്കുന്ന ഒരു സ്കൂൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്ത്? വിഷൻ. ഇതാണ് വിഷൻ. ആ വിഷൻ ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത്? ഗ്രേറ്റ് ടീച്ചറായിട്ട് മാറുന്നത്. അല്ല വെറും ഒരു തൊഴിലായിട്ട് അധ്യാപനത്തെ എന്ത് ചെയ്യരുത്? കാണരുത്. അധ്യാപനത്തിന് നമ്മൾ സൂപ്പർ ടീച്ചറാകാൻ 5 മേഖലകൾ വളരണം. 1 ഹൃദയം കൊണ്ട് വളരണം, സ്നേഹത്തിൽ വളരണം. 2 ബുദ്ധി വേണം, വായന വേണം, ചിന്ത വേണം, ബുദ്ധി വേണം. 3 കർമ്മം, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് വേണം, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് വേണം. 4 ഒരു പേഴ്സണാലിറ്റി വേണം, നല്ല സ്വഭാവം വേണം, നിർമ്മലമായ സ്വഭാവം വേണം. 5 സമൂഹത്തെ പറ്റിയുള്ള ഒരു പ്രതിബദ്ധത വേണം, ഒരു സാമൂഹികമായ ഒരു കാഴ്ചപ്പാട് വേണം. ഈ 5 മെയിൻ പോയിന്റിനെ നമ്മൾ 25 പോയിൻ്റായിട്ട് എന്ത് ചെയ്യുകയാണ്? പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒന്നാമത് എന്താണ്? ഹൃദയം കൊണ്ട് സംവദിക്കണം. ഹൃദയം കൊണ്ട് സംവദിക്കുന്നവരാകണം. ചെറിയ കളിയല്ല. തലയിൽ നിന്ന് ഹൃദയത്തിലോട്ടുള്ള ദൂരമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് മൂണിലേക്കാൾ വലിയ ദൂരമാണെന്ന് വലിയൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് പുള്ളി പറഞ്ഞത്? ഭൂമിയിൽ നിന്ന് മൂണിൻ്റെ അടുത്തെത്തുന്നതിനേക്കാൾ വലിയ ദൂരമാണ് ഹൃദയവും തലയും തമ്മിലുള്ള ദൂരമെന്ന്. എല്ലാവരും എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? തല കൊണ്ടാണ് ചിന്തിക്കുന്നത്. എന്താണ് ഒരു പൂവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറം ചുമപ്പ്, മഞ്ഞ, അതിനകത്ത് 12 പെറ്റൽസ്, അതിനകത്ത് നല്ല മണം വരും, അതിനകത്ത് 4 ദിവസം കഴിയുമ്പോൾ അത് കൊഴിയും. റോസാപ്പൂവിൽ എന്തുണ്ട്? മുള്ളുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു അനലിറ്റിക്കലായിട്ടുള്ള മൈൻഡാണ്. വേറൊരാൾ പൂവിനെ കണ്ടിട്ട് എന്തു പറഞ്ഞു? ഹാ പുഷ്പമേ, അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞി കണക്കേ നീ, ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം നിന്റെ ആഭൂതി ഇന്ന് പുനരിഞ്ഞ കിടപ്പിതോർത്താൽ. വാടി കൊഴിഞ്ഞു കിടക്കുന്ന ഒരു പൂവിനെ കണ്ടിട്ട് കവി പറയുകയാണ്, പണ്ട് നീ ഒരു രാജകുമാരിയെ പോലെയുള്ള
ഒരു പൂവായിരുന്നു. പക്ഷെ നീ ഇപ്പം എന്ത് ചെയ്തു പോയി? വാടിക്കൊഴിഞ്ഞു പോയി. ശ്രീ ഭൂവിൽ അസ്ഥിരം. ഐശ്വര്യം എന്ന് പറയുന്നത് വാടി വന്ന് കൊഴിഞ്ഞു പോകുന്നത് ആണ് എന്ന് കവി വീണപൂവ് എന്ന് പറയുന്ന കവിതയിൽ പാടുകയാണ്. ബുദ്ധി കൊണ്ട് മാത്രം പോരെ, ഹൃദയം കൊണ്ടും കൂടെ കണ്ടാലേ ഇതൊക്കെ എന്ത് ചെയ്യൂ, നമുക്കറിയാൻ പറ്റൂ. H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും, ഒരു 4 കൗള് വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ, തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉള്ളൊരു സുഖം, അത് വേറൊരു സാധനമാണ്. തല കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ഇമോഷൻ കൊണ്ടുകൂടും ഒക്കെ ചുറ്റുപാടുകളെ എല്ലാം കാണാൻ കഴിയുമ്പോഴാണ് നമ്മൾ ആരായി മാറുന്നത്? ഗ്രേറ്റ് ടീച്ചേഴ്സായിട്ട് മാറുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഹൃദയത്തിൻ്റെ 4-5 പോയിന്റ് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യാം. 1, ഹൃദയം കൊണ്ടുള്ള ഒരു ജീവിതം. ചെറിയ കളിയല്ലത് കേട്ടോ. ഹൃദയം കൊണ്ടുള്ള ജീവിതം ചെറിയ കളിയല്ല. ഇവിടെ കുറേ നാളുകൾക്ക് മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്താണ്, മരിച്ചവരുടെ ആശ്രിതർക്ക് 1 ലക്ഷം രൂപ ഗവൺമെൻറ് എന്ത് ചെയ്തു? ധനസഹായം പ്രഖ്യാപിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഈ കാട്ടാക്കട ആ ഭാഗത്ത് നെയ്യാറിൻ്റെ കൈവഴികളിൽ ഒരു സ്ഥലത്ത് വൃദ്ധയായ അമ്മ ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി. പുഴയുടെ കുത്തി ഒലിച്ച് മരങ്ങളും എല്ലാം വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന പ്രളയകാലത്ത് കുത്തി ഒഴുകുന്ന പുഴയിലോട്ട് അമ്മയെ മറിച്ചിട്ടു. അമ്മ കഷ്ടപ്പെട്ട് കയറി വന്നപ്പം ഈ അപേലവമായ ശരീരമുള്ള, മൃദുവായ ശരീരമുള്ള, ഭാരമില്ലാത്ത ശരീരമുള്ള അമ്മയെ 2 കൈകൊണ്ടും കോരിയെടുത്ത് ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആഴത്തിലോട്ട് ചെന്ന് അമ്മയെ അവിടെ നിക്ഷേപിച്ചിട്ട് തിരിച്ച് കയറി. 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയാണ്. അമ്മ മരിച്ചാൽ 1 ലക്ഷം കിട്ടും. നാട്ടുകാർ ഇത് കണ്ട് അമ്മയെ രക്ഷിച്ചു. കഥയല്ലത്. തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് നടന്ന ഒരു സംഭവം. ഹൃദയം കൊണ്ട് ജീവിക്കണം. ഒരു പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പം പൊട്ടിത്തെറിക്കാനും ഒരു പണി കിട്ടിയ 10 പണി ഞാൻ തിരിച്ചു കൊടുക്കും എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം സാരമില്ല പോട്ടെ, നമുക്ക് മറക്കാം, ക്ഷമിക്കാം. ബെടേ ദേശമേ, ചോട്ടെ ബാത്തോം. വലിയ കാര്യങ്ങളുടെ ഇടയ്ക്ക് ഈ കൊച്ചു കാര്യങ്ങളെ നിസ്സാരമായിട്ട് കരുതാം എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. എനിക്ക് നല്ല എൻവയൺമെൻറ്റ് കിട്ടിയോണ്ടാണ് ഞാനിങ്ങനെ, അയാൾക്ക് മോശം എൻവയൺമെൻറ്റ് കിട്ടിയോണ്ടാണ് അയാൾ അങ്ങനെ. പോട്ടെ, ക്ഷമിച്ചു വിടാം, നന്നായി വരുമായിരിക്കും, അതിനുവേണ്ടി കാത്തിരിക്കാം എന്നൊക്കെ ഉള്ള ചിന്തയുണ്ടല്ലോ. അതൊക്കെ ഹൃദയത്തിൻ്റെ ആർദ്രമായ ഭാവങ്ങളാണ്.